അങ്ങനെ നിഫ്റ്റി ഏകദേശം ഇന്ന് 46 പോയിൻ്റ് ഡൗൺ ആണ്. ഏകദേശം 46 പോയിൻ്റ് ഇപ്പോൾ തന്നെ കാലത്ത് ഒരു 8 മണിക്ക് 46 പോയിൻ്റ് ഡൗൺ ആണ്. ഈ കാര്യത്തിലേക്ക് വരാം. എന്താണ് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുമ്പത്തെ വെള്ളിയാഴ്ച ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. നിങ്ങളെ ബ്ലൂ ചാനൽസ് എല്ലാവരും പറയുന്നു അപ് ട്രെൻഡ് എല്ലാവരും പോസിറ്റീവ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് എപ്പോഴും മാർക്കറ്റിൽ ക്ലയൻസ് വരാതിരിക്കുന്നതല്ലേ കാരണമാകുന്നത്. നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ആൾക്കാർ കൊണ്ടുവരുന്ന ബിസിനസ് അതായത് ദിവസം ബ്രെഡ് ആൻഡ് ബട്ടർ വർക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് കിട്ടുമോ ഇല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള രസം എന്ന് പറയുന്നത്, മാർക്കറ്റ് മൈനസ് ട്രെൻഡ് കീപ്പ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഇന്നലെയും നമ്മൾ പറഞ്ഞാണ് ഡോളർ ഇൻഡെക്സ്. ഓക്കെ, ഡോളർ ഇൻഡെക്സ് അപ്പായിക്കൊണ്ടിരിക്കുകയാണ്, അറിയില്ലേ. അപ്പോൾ അവിടുത്തെ ഇഷ്യൂസുകളൊക്കെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയായിട്ടുള്ള ഇഷ്യൂസ്, താരിഫൊക്കെ വളരെ സുഖകരമായി വളരെ ഈസി ആയിട്ടാണ് താരിഫ് കൊടുത്തിരിക്കുന്നത് ചൈനയ്ക്ക്. അപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റ് ആവശ്യം പോലെ വരും. ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിലെ മോശമുള്ളൂ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റുകളൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ ബിസിനസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. വില കുറഞ്ഞ സാധനങ്ങൾ അമേരിക്കയിൽ കിട്ടുകയും, ഇൻഫ്ലേഷൻ അവിടെ കുറയുന്നത് കാരണമാവും അമേരിക്കൻ മാർക്കറ്റ് അപ് ട്രെൻഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് അപ് ട്രെൻഡ് ആകുന്നുള്ള ഉറപ്പാണ്. അമേരിക്കയ്ക്കൊപ്പം നമ്മളും അപ് ട്രെൻഡ് ആവുന്നത്. ഇപ്പം നമുക്ക് പെൻഡിങ് നിൽക്കുന്നത് നമ്മുടെ താരിഫാണ്. അപ്പോൾ നമ്മുടെ താരിഫും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നോട്ടായിരിക്കും മാർക്കറ്റ് കൂടുതൽ കയറാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒരു കോൺഫിഡൻസിൻ്റെ കുറവും കൂടി ഉണ്ട്, അതുകൊണ്ട് വന്നാൽ അത് കയറും. പിന്നെ പറയാനുള്ളത്, ഇപ്പോഴും ഈ ഡോളർ ഇൻഡെക്സാണ്. നമ്മൾ ട്രംപ് വരുന്ന സമയത്ത് ഏകദേശം 107 ആയിരുന്നു ഡോളർ ഇൻഡെക്സ്. ഇപ്പോൾ അത് പോയി നിൽക്കുന്നത് 99 ആയി. ഇന്നിപ്പോൾ 99.60 ഒക്കെ വന്നു കഴിഞ്ഞു. എന്താ ഹൈ ഞാൻ നോക്കിയിട്ടില്ല, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസിൽ വരുന്നത്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം മാർക്കറ്റ് റിക്കവറിയിലേക്ക് വരും. ഷോർട്ട് ടൈമിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്ലയൻറ്റിനെ സംബന്ധിച്ച് താഴ്ചകളിൽ നല്ല ഷെയറുകൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് റിസൾട്ട് കഴിഞ്ഞ കമ്പനികളുടെ. ഓക്കെ, നോക്കി ഇന്നത്തെ ഡോളർ ഇൻഡെക്സ് ആണ് ഈ കാണുന്നത്. ടെക്നിക്കൽ എടുത്ത് നോക്കട്ടെ. ടെക്നിക്കൽ ബൈ ആണ്, സ്ട്രോങ് ബൈ ആണ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലൊക്കെ ബൈ ആണ്. ഓവർവ്യൂ ചാർട്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മളിതിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിയറിയാം, ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 99.77. വളരെ ഫാസ്റ്റായിട്ട് ഇത് 100ലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100 എത്തുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അറിയുക ഇത് അയ്യോ 100 ആയിരോ എന്നറിയുക. 101ലേക്ക് 1 2 3 പിന്നെ സ്പീഡ് കൂടി വരും. അപ്പോൾ ഇത് സ്പീഡ് 100 കഴിഞ്ഞാൽ സ്പീഡ് കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഡോളർ എഗൈൻസ്റ്റ് INR എന്ത് സംഭവിക്കും, INR അത് സ്വാഭാവികമായിട്ട് അത് മോശമാവും. ഇത് മോശമാവും എന്നുള്ള പേടി കൊണ്ടാണ് FIS ഇപ്പോൾ ഒരു സെല്ലിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അപ്പോൾ എൻ്റെ ഐഡിയാസുകൾ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും നല്ല അത് കിട്ടിയെങ്കിൽ ക്ലൈൻറ്റ് അവസാനം ഈ ഒരു ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് വലിഞ്ഞു കയറി പോകേണ്ട കാര്യങ്ങൾ ഇല്ല. മാർക്കറ്റ് ഇവിടെ കിടന്ന് തിരിഞ്ഞ് കളിക്കാനാണ് സാധ്യത, മനസ്സിലായ. ആ സമയം തിരിഞ്ഞ് കളിച്ച് കഴിയുമ്പോൾ ചുഴിയിലേക്ക് ഇങ്ങനെ വരാനാണ് സാധ്യത, അല്ലാണ്ട് മുകളിലേക്ക് വലുതായിട്ട് പോകാൻ സാധ്യതയില്ല, കുറച്ച് താഴ്ത്തിക്ക് വരാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ മാർക്കറ്റിൽ ഈ ഒരു എഫക്റ്റും കൂടി കഴിഞ്ഞാൽ, ഈ മാർക്കറ്റിൽ ഈ ഒരു എഫക്റ്റും കൂടിയാണ് ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഷഫ്ലിങ്ങും നടന്നോളും. അപ്പോൾ ഇതൊരു 10 ദിവസത്തെ ഡിഫറൻസുകളൊക്കെ ഇത് 10 ദിവസം മാർക്കറ്റിൽ ഇങ്ങനത്തെ ഉള്ള ഇതൊക്കെ കാണും. അല്ലെങ്കിൽ ഇന്ത്യയുടെ താരിഫ് എങ്ങാനും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാർക്കറ്റ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഗുഡ് ന്യൂസുകളൊന്നും വരാനില്ല. ഒരു 10-ാം തീയതിക്ക് ശേഷമുള്ള റിസൾട്ടുകൾ ഒന്ന് എടുത്ത് കാണിക്കുന്ന കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ്, ഇപ്പോൾ മാർക്കറ്റ് ഈ മൈനസ് മാർക്കറ്റിൽ മൂവ് ചെയ്യിക്കാൻ സാധ്യതയുള്ള ഒരു കൗണ്ടർ എന്നുള്ള നിലയ്ക്കാണ്, നല്ല ഷെയർ എന്നുള്ള നിലയ്ക്കല്ല എടുക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷം വരാവുന്ന റിസൾട്ടുകളിൽ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാനുള്ള ശ്രമം നടത്തും മാർക്കറ്റ്. അപ്പോൾ അതിൽ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന കൗണ്ടറുകൾ കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നുന്നു അങ്ങനെ ട്രേഡിംഗ് ബൈസിലുള്ളവർക്കാണ് ഞാൻ ഫണ്ടമെൻ്റൽ ട്രേഡിംഗ് എന്നുള്ള കാരണപാടിൽ നമുക്ക് അപാൻ ശ്രദ്ധിക്കേണ്ട ഒരു കൗണ്ടറാണ് ബജാജ് ഫിനാൻസ്. ഇതൊക്കെ ട്രേഡിംഗ് ബേസിൽ മാത്രമേ പറയുന്നുള്ളൂ.
ഹെഗ് നോക്കാം. ഇതിൽ ട്രേഡിങ്ങിന് വരും അത്. പിന്നെ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ONGC പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച് അപ് ട്രെൻഡാണ്. ഒപെക്ക് കട്ടിങ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം. അപ്പോൾ അത് ONGCനെ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പതഞ്ജി പേപ്പർ, ബജാജ് ഫിൻസർവ്, ബജാജ് ഹോൾഡിങ്, ബൽറാം ചിനി, ഭാരത് ഫോർജ്, ബോഷ്, ഈദ് പ്യാരി. ഇതൊന്നും ഹൈലി ഹോൾഡ് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. മെയിനായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇടാവുന്നതാണെന്നാണ് ഉദ്ദേശിച്ചത്. ജയശ്രീ ടീ, മോയില്, RVNL, ടാറ്റ പവർ, സുബെക്സ്, അശോക് ലൈലൻഡ്, ഏഷ്യൻ പെയിൻറ്റ്, ദീപക് നൈട്രേറ്റ്, GNFC, ഹൊനാസ, IRCTC, ഇത്തർ, അതുപോലെ തന്നെ ഹീറോ മോട്ടർ, ജുബിലിയം ഫുഡ്, മാർസൺ ഫാർമ, പേജ് ഇൻഡസ്ട്രീസ്, ഓറിയൻറ്റ് പേപ്പർ, NSDL, NBCC, ഒരുപാട്. പിന്നെ ഞാൻ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടൊന്നും റിസൾട്ട് കാര്യമായിട്ടില്ല. അപ്പോൾ ഈ 13-ാം തീയതിയുടെ റിസൾട്ടിനുള്ള ഒരു ലാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും എനിക്ക് തോന്നി ഈ ആഴ്ച ഉണ്ടാവുക. കാരണം പിന്നെ ഇവിടെ നമുക്ക് സമയമില്ല. അപ്പോൾ 7-ാം തീയതി വരെ അല്ലെങ്കിൽ 3-ാം തീയതി ആണല്ലോ, 4 ദിവസത്തെ കണക്കെടുത്ത് 5 ദിവസം കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ആഴ്ച ഈ പർട്ടിക്കുലർ ഷെയർസിലൊക്കെ ചില മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാവും. അത് പക്ക എക്സിറ്റും ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആ മൂവ്മെൻറ്റ് ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഹെവി ന്യൂസാണ് വന്നിരിക്കുന്നത്. ഹെവി ന്യൂസാണ്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും അപ് ട്രെൻഡ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് തന്നെ കിട്ടാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ. അടുത്ത ഫീൽ ചെയ്ത കാരണം BELൻ്റെ റിസൾട്ടാണ്. BELൻ്റെ റിസൾട്ട് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ റിസൾട്ടിൻ്റെ ബേസിൽ നമുക്ക് ഇനി ഒരു ഫണ്ടമെൻ്റൽ ബൈ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞെന്ന് മാത്രം. അടുത്ത് ACC റിസൾട്ട് നന്നായിരുന്നു. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാവുന്ന ഒരു കൗണ്ടർ ACC. ഡോളർ ഇൻഡെക്സ് വാച്ച് ചെയ്യുക. ഡോളർ ഇൻഡെക്സ് വീണ്ടും താഴത്തേക്ക് പോവുകയാണെങ്കിൽ അത് മാർക്കറ്റിന് നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കും. ചിലപ്പോൾ ഈ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ വലിയ മൂവ്മെൻറ്റ്സുകളൊന്നും ഇല്ലെങ്കിൽ, കാരണം ഓൾറെഡി ഈ റേഞ്ചിനുള്ളത് ക്രാഷ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ റേഞ്ചിന് മുകളിലേക്കുള്ള, കാരണം കാലത്ത് 50 പോയിൻറ്റ് പൊട്ടുന്നതോടി തന്നെ ഈ റേഞ്ചിനുള്ള ഫില്ലിംഗ് ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊട്ടണമെങ്കിൽ ഇത് വീണ്ടും ലോസിലേക്ക് പോകണ പോലെ ഫീൽ ചെയ്യണം. അപ്പോൾ ഇത് ഫീൽ ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. US ഡോളർ ഇൻഡെക്സ് നിങ്ങൾക്ക് വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് പോകുകയാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം അമേരിക്കൻ മാർക്കറ്റ് ഓൾറെഡി ഹൈയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ടെക്നിക്കൽ നോക്കുക, ഫണ്ടമെൻ്റ് നോക്കുക, സപ്പോർട്ടുകൾ നോക്കുക. എല്ലാ കൗണ്ടറും സപ്പോർട്ടും സ്റ്റോപ്പ് ലോസും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.